വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അനീഷ് ഏട്ടൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ കുറച്ച് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യന് അനീഷ് ഏട്ടൻ കൊടുത്ത റിപ്ലൈ അബൌട്ട് ഷാനവാസിക. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് ഏട്ടനും ഷാനവാസികയും തമ്മിലുള്ള കോംബോ നല്ലതായിരുന്നു എന്ന്. അതിനൊരു എക്സ്പ്ലനേഷൻ അനീഷ് ഏട്ടൻ കൊടുത്ത ഒരു എക്സ്പ്ലനേഷനാണ് എനിക്ക് കുറച്ച് സ്ട്രൈക്ക് ആയത്. കാരണം ഒരു കോംബോ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അത് ഇന്ന ആളുകളുടെ കോംബോ, ഷനീഷ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിയേറ്റ് ചെയ്തെടുത്ത കോംബോ ആണ്. അപ്പം ആ ഒരു കോംബോ എന്ന് പറയുന്നത് ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിലോട്ടെന്ന് നമ്മൾ പറയത്തില്ല ആ കോംബോനെ. അപ്പം അദ്ദേഹം ഒരു എക്സാമ്പിൾ തരുന്നുണ്ട്. ഇന്ന ഫ്രണ്ടുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒരിക്കലും കോംബോ ആയിട്ട് പറയത്തില്ല. അനീഷ് ഏട്ടൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക, ഓക്കെ? എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത്. കാരണം ഈ കോംബോ എന്ന് ഒരുപാട് പേരിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. എബൌട്ട് ദർ കോംബോ നല്ലതായിരുന്നു, എബൌട്ട് ദർ ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, എബൌട്ട് ദർ കോംബോ എന്നാണ് എല്ലാവരും പറയുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് അനീഷ് ഏട്ടനും ഷാനവാസികയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജെനുവിൻ അല്ല, ഫേക്കാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ബിക്കോസ് അനീഷ് ഏട്ടൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷാനവാസിക എന്ന് പറയുന്ന ഒരു വ്യക്തി ഫ്രണ്ട്ഷിപ്പിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ്. അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇത്രത്തോളം ഇൻഡസ്ട്രീസിൽ. പലരും ഷാനവാസികയ്ക്കുള്ള ഒരു അസൂയ കൊണ്ട്, ഷാനവാസികയുടെ അസൂയ കൊണ്ട് പലരും ഇൻഡസ്ട്രിയിൽ ഷാനവാസികയെ പാരയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. പല സീരിയൽസിൽ നിന്നും ഷാനവാസികയെ ഒഴിവാക്കിയ ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് ഷാനവാസികയോടുള്ള ഒരു അസൂയ കൊണ്ട് മാത്രമാണ്. അപ്പം അനീഷ് ഏട്ടൻ എന്താണ് കോംബോ എന്ന് പറഞ്ഞാൽ, അപ്പം എൻ്റെ വീടിൻ്റെ മുമ്പിലൊരു പണി നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു നോയ്സ് ഉണ്ടായിരിക്കും. ഓൾറെഡി എൻ്റെ വീഡിയോസിൽ ഭയങ്കര സൗണ്ട് കുറവാണെന്ന് പറയുന്നവരുണ്ട്. അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് ഞാൻ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തെങ്കിലും ശരിയാക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ എൻ്റെ വീഡിയോസിനുണ്ട് എങ്കിൽ യു ക്യാൻ ഫ്രീലി എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അത് എന്തെങ്കിലും, കാരണം ഞാൻ തുടക്കക്കാരിയാണ്, എനിക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിച്ച് ഞാൻ വരുന്നേ ഉള്ളൂ. ബിക്കോസ് ഫേസ് ടു ഫേസ് കേട്ടോ വീഡിയോസിൽ. അപ്പം എന്തായാലും അത് ഞാൻ ശരിയാക്കാം. അപ്പം ഓക്കെ. അപ്പോൾ അനീഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും, ഞാനും ചിലപ്പോൾ ഒരു കോംബോ എന്ന് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കോംബോ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സംഭവമാണ്. അപ്പം ഒരിക്കലും അതൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പാണെന്ന് ഒരിക്കലും പറയത്തില്ല. അപ്പം ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അതായത് വേറൊരാളുമായിട്ട്, ഒരാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും കോംബോ ആയിട്ട് നമ്മൾ പറയത്തില്ല. സോ അതൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പാണ്. അത് അങ്ങനെയാണ് ഷാനവാസികയ്ക്കും അനീഷ് ഏട്ടനും. ഇപ്പോഴും ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നവരുണ്ട്. ഇച്ചിരി കൊമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവർ ചുമ്മാ ഷോ ആണ്, അവർ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അത് മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ. പക്ഷേ ഈ ഒരു കമൻറ്റ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക്, ചില പോസ്റ്റിനടിയിലുള്ള കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ എഗെയിൻസ്റ്റ് അനീഷ് ഏട്ടനും ഷാനവാസിക ആയിരിക്കും. അത് ആ സെയിം പോസ്റ്റ് വേറൊരാൾ ഷെയർ ചെയ്യുമ്പം അത് എഗെയിൻസ്റ്റ് ആയിരിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. അപ്പം ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കണം, ഒരു PR ടീം ആയിരിക്കണം ഇത് ഇടുന്നത്. അപ്പോൾ അവരുടെ ആൾക്കാർ ഷെയർ ചെയ്തതായിരിക്കും ആ ഒരു കമൻറ്റ്സ് നെഗറ്റീവായിട്ട് പോകുന്നത്. എനിവേ, കോംബോ എന്നൊരു വേർഡ് അപ്പോൾ നമുക്കിനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദേ ആർ ട്രൂ ഫ്രണ്ട്സ് ആണ്. അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷേ ഇൻ കേസ് നമ്മുടെ ആ ഒരു TCVയുടെ ഡാൻസിൻ്റെ സമയത്ത്, അതായത് ആങ്കർ ചോദിച്ച ക്വസ്റ്റ്യൻ, രജീഷ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഷാനവാസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ റെസ്പോൺസിബിലിറ്റി ആണ്, അവരുടെ ഒരു ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ളത്. അപ്പം തന്നെ ഷാനവാസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്, ഹൗസിനുള്ളവരും പറഞ്ഞു. അപ്പോൾ അതൊന്ന് മാറ്റി തിരുത്താൻ വേണ്ടിയിട്ടാണ്. സോ ഇവർ തമ്മിലുള്ളൊരു ബോണ്ട് കാണുമ്പോൾ, അതായത് അനീഷ് ഏട്ടന് ഷാനവാസികയുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ഹാപ്പിനെസ്, ആ ഒരു മൂഡ്, ആ ഒരു ചിരി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എനിവേ, എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഫ്രീ ആയിട്ട് കമൻറ്റിൽ എന്നോട് പറയുക, ഞാൻ ചെയ്യാം. എൻ്റെ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ബൈ.